ഇരിക്കുമ്പോൾ പോലും ബുക്സ് വെക്കുന്ന കുറെ പേര് റാൻഡം ആയിട്ട് വരുമല്ലോ, അവരുടെ കയ്യിൽ ഇങ്ങനത്തെ ബുക്സ് കുറെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഇത് വായിച്ചേ പറ്റൂ, ഞാൻ നിന്റെ ഈ ജാമ്പ് ഇത് വായിച്ചിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതുവരെ തൊട്ടിട്ടില്ല, but I am waiting for that day where she's going to start reading it. Hello, welcome to my channel. ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഹലോ പറയും സോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിരുന്നു, താക്കിയിട്ട് ഒരു സൺഡേ ആക്ടിവിറ്റി പോലെ സുഡോക്കു ചെയ്യുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിച്ചു ഇത് ഏത് ബുക്കാണ്, എവിടെ നിന്നാണ് ഈ ബുക്സ് മേടിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ഞാൻ എന്തോ അവള് വായിക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റോറി ഇട്ട സമയത്തും പേരൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഇത് ഒരു ഈസി കാര്യമല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കുട്ടികൾ നല്ല റീഡേഴ്സ് ആവണം, അവർ ബുക്സ് വായിക്കുന്ന കുട്ടികളായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ബുക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടും വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് ബുക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് വായിക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇരിക്കുക. ആദ്യത്തെ കുറേ നാളുകൾ, ഇൻഫാക്ട് ഒരു 3 yearsോളം ഞാൻ ഓരോ ദിവസം രാത്രി കിടക്കുമ്പോൾ ഓരോ സ്റ്റോറി വായിച്ചു വെക്കും അല്ലെ. ആ സമയത്ത് ഏതായിരുന്നു ഫസ്റ്റ് അല്ല, ഇപ്പോഴല്ലേ താക്കിട്ട് വായിച്ചു തുടങ്ങിയ, പണ്ട് ചിക്കുവായിരുന്നില്ല വായിച്ചിരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഏതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ്? ഗ്രാൻഡ്മാ ടെയിൽസ്. യെസ്. അപ്പൊ ഈ ഗ്രാൻഡ്മാ ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്പാ ടെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ അടിച്ചാൽ കിട്ടും. ബേസിക് റീഡിങ് കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും വളരെ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നാണ്. അത് നമ്മൾ അവരെ കൊടുത്തിട്ട് വായിക്കുക എന്ന് പറയുന്നതിനേക്കാളും തക്കിട്ടോണ്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ റീഡ് ചെയ്തിട്ടാണ് കിടക്കുക. അത് ഉറങ്ങുന്ന ടൈം ആകുമ്പോൾ അവൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഓരോ സ്റ്റോറി വിധം വായിക്കും. ആദ്യമൊക്കെ ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുമായിരുന്നു, കാരണം മനസ്സിലാവാറില്ല, എല്ലാം ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്, ഇതെന്താ അതെല്ലാം എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. അവൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നേ. അപ്പം ഞാനത് അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ആയപ്പോഴത്തേക്കും അവൾ ആ മലയാളത്തിൽ തന്നെ ഓരോ കഥകൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും അവൾക്ക് കഥകൾ വായിക്കാൻ വേണ്ടി ബുക്സ് എടുക്കാം എന്നുള്ളത് അവളുടെ ബ്രെയിനിനകത്തോട്ട് അത് രജിസ്റ്റേർഡ് ആയി. അതിനുശേഷം ഞാൻ വളരെ കെയർഫുൾ ആയിട്ട്, അതായത് ഇലസ്ട്രേഷൻ കൂടുതലുള്ള ബുക്സ്, കോമിക്സ്, കാർട്ടൂൺസ്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവരുടെ ഒക്കെ ഏജില് ഞാൻ വായിച്ചിരുന്നത് ടിങ്കിൾ ഡൈജസ്റ്റ് അലജൻ, ടിങ്കിൾ, പിന്നെ എനറ്റ് ബ്ലൈറ്റൺ, റോൾഡ് ഡാൽ, ഇങ്ങനത്തെ ഉള്ള കുറെ ഓഥേഴ്സിന്റെ ബുക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായ സമയത്താണ് ഞാൻ കുറച്ച് സീരിയസ് ഓഥേഴ്സിന്റെ ഒക്കെ ബുക്സ് വായിക്കാൻ തുടങ്ങി. ഇപ്പം പോലോ കൊയ്ലോ ആണെങ്കിലും ജീൻ സാസൻ, അതായത് പ്രിൻസസ് സീരീസിനായിരുന്നു ഞാൻ ആദ്യം കുറെ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് എനിക്ക് ബുക്സിനോട് ഒരു 9th grade ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ഡിസ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ നിന്നു. പക്ഷെ തക്കിട്ടു അതൊരിക്കലും ഫേസ് ചെയ്തത് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം അവളുടെ സ്കൂളിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റീഡിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ റീഡിങ് കോമ്പറ്റീഷനിലും റീഡത്തോൺ അങ്ങനത്തെ കുറെ ചാലഞ്ചസിലൊക്കെ അവളെ ഞാൻ വിട്ടിരുന്നു. ഓരോ ദിവസം ഓരോ ബുക്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് സർട്ടിഫിക്കറ്റും കിട്ടി. സോ തക്കിട്ടുവിന്റെ ഫേവറേറ്റ് ബുക്ക് എന്താ? വാട്ട് യു ലവ് റീഡിങ് ദ മോസ്റ്റ്? സുപ്പാണ്ടി. ഭയങ്കര കോമഡിയാണ്. ഇവിടെ ഞാൻ ഒരു ദിവസം വെറുതെ ടിങ്കിൾ ഡൈജസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള ഷിക്കാരി ശംഭു, ഞാൻ പണ്ട് എൻജോയ് ചെയ്തിരുന്ന ഷിക്കാരി ശംഭു, പിന്നെ കപീഷ്, അതേപോലെ രാമു ഷാമു, റിമെമ്പർ? അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. പിന്നെ സുപ്പാണ്ടി ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അപ്പൊ തക്കിട്ടുവിന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഒരു ചെറിയ ബുക്ക് എക്സ്ചേഞ്ച് ഒക്കെ തുടങ്ങി. അതായത് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബുക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഇവിടുന്ന് തക്കിട്ടുവിന്റെ ബുക്സ് കൊടുക്കും. അപ്പൊ ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു. ആ കുട്ടി ഇന്ന് 2 ബുക്സ് തന്നാൽ തക്കിട്ടു 2 ബുക്സ് കൊടുക്കും, തിരിച്ചു തരും. അതെ. അപ്പൊ അതിൽ നിന്നാണ് തക്കിട്ടുവിന് ഡോഗ്മെൻ എന്ന് പറഞ്ഞ ബുക്കിനോട് ഭയങ്കര ഇഷ്ടം വന്നു തുടങ്ങി കേട്ടോ. ഡോഗ്മെൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഗ്രാഫിക് കിഡ്സ് നോവലാണ്. അപ്പം ഇതാണ് ഡോഗ്മെൻ. അപ്പൊ ഡോഗ്മെൻ സീരീസ് ശരിക്കും 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ബിക്കോസ് ഇറ്റ്സ് ഒരു എന്റർടൈൻമെന്റ് ആണ് കൂടുതലും. ഒരുപാട് ഇതിനകത്ത് ഇലസ്ട്രേറ്റഡ് വേർഷൻ കൂടി ആയതുകൊണ്ട് ഈ ഓരോ ഇത് വായിക്കുമ്പോഴും ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഈ ഇമേജസ് ഒക്കെ ഭയങ്കര ആയിട്ട് അവർ എൻജോയ് ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് ഫണ്ണി. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിനകത്തുള്ളത്. അപ്പൊ ഡോഗ്മെന്റെ 2 ബുക്സ് തക്കിട്ട് ഫിനിഷ് ചെയ്തു അല്ലെ? അപ്പൊ 3 ഫിനിഷ് ചെയ്തു. ഡോഗ്മെന്റെ 3 ഫിനിഷ് ചെയ്തു. അതേപോലെ അതിന് ശേഷമാണ് അവൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് വിംപി കിഡ്, ഡയറി ഓഫ് എ വിംപി കിഡ്. വിംപി കിഡിന്റെ ഇതില് 2 ബുക്സ് ഫിനിഷ് ചെയ്തു അല്ലെ? ഞാൻ മൂന്നാമത്തെ അവിടെ പോയി അതൊക്കെ കൊടുത്തു, വായിക്കാൻ കൊടുത്തു, ക്ലാസ്സിലെ കുട്ടിക്ക് വായിക്കാൻ കൊടുത്തു. അപ്പം അവരിതുപോലെ ഈ ബുക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ
അത് സ്കൂളിൽ പ്ലാൻ ചെയ്ത സംഭവമൊന്നുമല്ല, അത് ഇവർ രണ്ടുപേരും തന്നെ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയാണ് വേണ്ടത്. ഒരു ദിവസം ഞാൻ വീട്ടിൽ നോക്കും, ബാങ്കിൽ നോക്കുമ്പോഴേക്കും എനിക്ക് അറിയാത്ത 3 ബുക്സ്. അപ്പൊ പറഞ്ഞു ഞാൻ ആക്ച്വലി ഇവിടുന്ന് 3 ബുക്സ് നാളെ കൊണ്ടുപോകണം, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ അവൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ബുക്സ് നാളെ തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾ ഫിനിഷ് ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷെ ഇത് എല്ലാ ബുക്സിനോടും ഈ താല്പര്യം ഇല്ല കേട്ടോ. അത് അവൾക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എൻഗേജിങ് ആയിട്ടുള്ള ബുക്സ്. ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആകുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റോറീസ് ഓഫ് പഞ്ചതന്ത്ര, നമ്മൾ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന അക്ബർ ബീർബൽ സ്റ്റോറീസ്, അതെല്ലാം ഓർമ്മയില്ല നിങ്ങൾക്ക് അല്ലെ? അമർ ചിത്ര കഥ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതേ ഒരു ഞാൻ എങ്ങനെയാണ് ബുക്സിനോട് താല്പര്യം, ആർച്ചീസ് കോമിക്സ് ഒക്കെ. ബട്ട് ദെൻ ആർച്ചീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഒരു ടീനേജ് വരുമ്പോഴാണ് ആർച്ചീസ് ഒക്കെ നമുക്ക് അവർക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് ദെൻ ഐ വുഡന്റ് സേ ആർച്ചീസ് ഈസ് എ ഗുഡ് റീഡ് ഫോർ ദം. ഐ വുഡന്റ് റെക്കമെൻഡ് ദാറ്റ് ഫോർ ദം. ബിക്കോസ് നമ്മളൊന്നും ആരും ആ സമയത്ത് ഗൈഡ് ചെയ്യാറുണ്ടാകില്ല. നമ്മളൊരു ബുക്ക് സ്റ്റോറിൽ പോകും, നമുക്ക് ഓക്കെ ദിസ് ലുക്സ് കോക്കിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും. അച്ഛനമ്മൊന്നും നോക്കാറില്ല നമ്മൾ എന്താ വായിക്കാത്തെന്നൊക്കെ. അപ്പം അത് നമ്മൾ ഈ ടി വിയിൽ അവരെന്താ കാണുന്നത്, എന്താ കാണാൻ പാടില്ലാത്ത എന്നൊക്കെ ഫിൽറ്റർ ചെയ്യണ പോലെ ബുക്സും നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചുമ്മാ ബുക്സ് വായിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ നിങ്ങൾക്ക് വായനാശീലം ഇല്ലാന്ന് വെച്ചോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ബുക്കിന്റെ ഏറ്റവും ബാക്കിൽ അതിന്റെ ഒരു സമ്മറി ഉണ്ടാവും, ഒരു 4-5 ലൈൻ, അതിന്റെ ഒരു ഫുൾ ഔട്ട്ലൈൻ കിട്ടും. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റണം കുട്ടികൾക്കൊക്കെ മോക്ക് ഇത് വായിക്കാൻ പറ്റുമോ, മോനിത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പിന്നെ ഇലസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ നമ്മൾ വേർഡ്സ് മാത്രമുള്ള ബുക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തക്കിയിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ബുക്കാണ് ഈ റോൾഡ് ഡാളിലെ തന്നെ ഈ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. അത് നമ്മൾ വാങ്ങിച്ചതേ ഉള്ളൂ, അത് നമ്മൾ വായിച്ചിട്ടില്ല ഇതുവരെ. സോ ഇത് ഞാൻ ഇപ്പൊ റീസെന്റ് ഞാൻ അവൾക്ക് ഓക്കെ റോൾഡ് ഡാളിന്റെ ഈ ബുക്ക് വായിക്കുന്നുണ്ട്. ബിക്കോസ് റോൾഡ് ഡാളിന്റെ ഫസ്റ്റ് ബുക്കായ ജെയിംസ് ആൻഡ് ദ ജയന്റ് പീച്ച് തങ്ങിട്ട് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി ആണ് ഞാൻ ഫസ്റ്റ് വായിച്ച റോൾഡ് ഡാൾ ബുക്ക്. അപ്പൊ അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഫിനിഷ് ചെയ്ത ഉടനെ തക്കിട്ടും ഇത് വായിക്കും. സോ നമ്മൾ ബേസിക്കലി എപ്പോഴും നോക്കേണ്ട വേറൊരു കാര്യം, ഇപ്പം കുട്ടികൾക്ക് ഓബ്വിയസ്ലി ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവണമെന്നില്ല. നമ്മൾ അടുത്തിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഞാൻ ചില സമയത്ത് എൻ്റെ വർക്കൊക്കെ ഇവള് വായിക്കുമ്പോൾ ചെയ്യുമ്പോൾ അവള് ഇടയ്ക്കിടയ്ക്ക് ചിക്കു ഇതിന്റെ മീനിങ് എന്താ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയും തക്കിട്ടു, ഞാൻ പിന്നെ പറയാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായി മീനിങ് അറിയാണ്ട് അവൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോണെന്ന്. ആ നിമിഷം തന്നെ ഞാനൊരു കാര്യം ചെയ്തു. ആൻഡ് ഐ ആം ഗ്ലാഡ് ഐ ഡിഡ് ഇറ്റ്, വിച്ച് ഇസ് ഞാൻ പറയുമ്പോ തന്നെ അവൾ എടുത്തു വന്നു. അതായത് ഞാൻ ഒരു മിനി ഡിക്ഷണറി, അതെ തക്കിട്ടു ഇസ് മൈ സോൾമേറ്റ്. അപ്പൊ സോൾമേറ്റ്സ് എന്താ ചെയ്യാം, സോൾമേറ്റിന്റെ മനസ്സ് കാണണം. അപ്പൊ എന്റെ മനസ്സ് കണ്ടിട്ടാണ് അവൾക്ക് ഇത് എടുത്തത്. സോ ഇതെന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് ഡിക്ഷണറി ആണ്. ഇത് നമുക്ക് കുട്ടികളെടുത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതെങ്ങനെ ഡിക്ഷണറി വേർഡ്സ് നോക്കണം. ഇപ്പം എന്താ പറയാ, ഇന്റലിജന്റ് എന്നുള്ള എങ്ങനെ കണ്ടുപിടിക്കാൻ പറയണം എന്ന് പറയുമ്പോൾ തക്കിട്ടൊരു പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ ABCD കഴിഞ്ഞിട്ടാണ് EFGHI കഴിഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ ഇനി അടുത്ത ലെറ്റർ. ആദ്യത്തെ ദിവസം കുറെ കഷ്ടപ്പെട്ടു കേട്ടോ അവൾ അതൊക്കെ കണ്ടുപിടിക്കാൻ. പേഷ്യൻസ് ഇല്ല, കാരണം 2ാമത്തെ ലെറ്റർ വീണ്ടും ഒന്നേന്ന് തുടങ്ങണ്ടേ, ഇത് തുടങ്ങിയിട്ട് ആ ഒരു ഓർഡറിൽ പോണല്ലോ. അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ അവള് അറിയുന്ന വാക്കുകൾ കൂടെ അവള് ഡിക്ഷണറിയിൽ നോക്കാൻ തുടങ്ങി. കാരണം അവള് വിചാരിക്കുന്നത് തന്നെയാണോ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് വീണ്ടും, ബിക്കോസ് ഷീ എൻജോയ്ഡ് ദാറ്റ്, ഒരു ട്രെഷർ ഹണ്ട് പോലെ ഒരു വേർഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അവൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആ വഴി എനിക്ക് ആ ബുക്ക്, ആ ഒരു റീഡിങ് ഹാബിറ്റിലേക്ക് അവളെ സ്മൂത്ത്ലി ഗ്ലൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ വേറൊരു കാര്യം, നിങ്ങൾ റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമല്ല. ബട്ട് നമ്മുടെ ഡെയിലി റൂട്ടീനകത്ത് ആ റൂട്ടീൻ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം അവരെ മനസ്സിൽ കൊടുക്കണം. കാരണം ജസ്റ്റ് ലൈക്ക് പല്ല് തേക്കുന്നതും ഫുഡ് കഴിക്കുന്നൊക്കെ പോലെ രാത്രി intelligent means able to learn and understand things, having great mental ability. Exactly. അപ്പോൾ ഇത് കണ്ടോ, അപ്പം ഈ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ they will gradually enjoy the process. Okay. അപ്പോൾ പിന്നെ 15 minutes എല്ലാ ദിവസവും അവർ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വായിക്കാൻ. അത് ഇപ്പൊ അവരുടെ ലെവലിലുള്ള ബുക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ ലെവലിലുള്ള ബുക്ക് സംഘടിപ്പിക്കാം. അത് ഇപ്പം കുറച്ച് വലിയ കുട്ടികൾക്ക് അവരുടെ പഴയ ബുക്സ് ഉണ്ടാവും. ഞാൻ ഒരിക്കലും പോയി മേടിക്കുമെന്ന് പറയില്ല. എപ്പോഴും നമ്മൾ ബുക്സ് കൈമാറുന്നത് ഭയങ്കര നല്ലൊരു ശീലമാണ്. അപ്പൊ നമ്മളൊക്കെ ചെറുതുണ്ടാവും ഈ എൻസൈക്ലോപീഡിയയിലും അല്ലെ ഗിന്നസ് ബുക്കിലും ഒക്കെ നമ്മൾ കുറെ ഇൻഫർമേഷൻ നോക്കാറുണ്ടായിരുന്നു. ആൻഡ് വി യൂസ് ടു ലൈക് സയൻസ് റിലേറ്റഡ് ബുക്കില് നമ്മൾ അത് റിസർച്ച് അങ്ങനെ നോക്കുമായിരുന്നു. അത് എക്സ്പെരിമെന്റ്സും. ഇതുവരെ
തൊട്ടിട്ടില്ല. But I am waiting for that day where she's going to start reading it, which is yes, Harry Potter. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോനിഷ ബാംഗ്ലൂരിന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ, നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കും അവളുടെ ഫസ്റ്റ് ഹാരി പോട്ടർ. അത് നീ വാങ്ങിക്കുന്നതിന് മുമ്പേ ഞാൻ വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് അവള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവള് 2 പാർട്സ് കൊണ്ടുവന്നല്ലേ അവള് ഫിലോസഫേഴ്സ് സ്റ്റോണും ചേംബർ ഓഫ് സീക്രറ്റ്സും കൊണ്ടുവന്നു. സോ ഷീ സെഡ് ലൈക്ക് ആഫ്റ്റർ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കൊണ്ടുവരാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, തക്കിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഇല്ലസ്ട്രേറ്റഡ് വേർഷൻ അല്ലേ? ഇതിപ്പോ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഇല്ലസ്ട്രേറ്റഡ് വേർഷൻ ആണ്. ഇത് ഭയങ്കര നല്ലതാട്ടോ. ഇത് തക്കിട്ട് വായിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു 4 or 5th പേജ് ആകുമ്പോഴത്തേക്കും മാഡത്തിന്റെ തലയെ മേലെ കൂടെ എന്തൊക്കെയോ പോകാൻ തുടങ്ങി. ബിക്കോസ് കുറച്ച് ഫ്രേസസ് were quite difficult for her. Because ഇപ്പം നമ്മൾ ഡിക്ഷണറി നോക്കിയിട്ട് വേർഡ്സ് നോക്കാൻ പറ്റുമെങ്കിലും സെന്റൻസസിൽ ആ വേർഡ്സ് വരുമ്പോഴത്തേക്കും അവൾക്ക് ആകെ ഡംബിൾഡ് അപ്പ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ് വിൽ ടേക്ക് another 1 or 2 years. അതായത് കുറച്ചും കൂടി റീഡിങ് ബുക്സ് ദാറ്റ് ആർ ലെസ് ഇല്ലസ്ട്രേറ്റഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിറ്റ് ബ്ലൈറ്റൺ, നാൻസി ഡ്രൂ സ്റ്റോറീസ് ഒക്കെ നമ്മൾ പണ്ട് വായിക്കാറില്ല. അതിലൊക്കെ ഒരു 4-5 പേജ് കൂടുമ്പോഴാണ് അതൊരു കിഡ്സ് ബുക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവുക. ബട്ട് ദെൻ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് വിൽ ബി ക്വൈറ്റ് സീരിയസ്. അപ്പം ആ ലെവലിലേക്ക് തക്കിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് 1 or 2 years വായിച്ച് അങ്ങനെ വരും എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇപ്പം നമുക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഇത് വായിച്ചേ പറ്റൂ, ഞാൻ നിന്റെ ഏജ് ആകുമ്പോൾ ഇത് വായിച്ചിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരത് എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ആ നിമിഷം അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ആ ബുക്ക് കൊടുക്കുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് അ ഫ്രഷ്. അപ്പോൾ വേറൊരു അപ്രോച്ചും ആയിരിക്കും, അപ്പോൾ വേറൊരു ലൈക്കിംഗ് ആയിരിക്കും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ വേർ ഷീ ഈസ് ഗോൺ ടു സ്റ്റാർട്ട്. പിന്നെ ക്വിസ് ബുക്ക് ഫോർ ക്ലെവർ കിഡ്സ്. ഇങ്ങനത്തെ ക്വിസ് ബുക്സ് ശരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷൻസിൽ പോയാലും ട്രെയിനിൽ ഇരിക്കുമ്പോൾ പോലും ബുക്സ് വെക്കുന്ന കുറേ പേര് റാൻഡം ആയിട്ട് വരുമല്ലോ. അവരുടെ കയ്യിൽ ഇങ്ങനത്തെ ബുക്സ് കുറേ ഉണ്ട്. അതായത് ഈ സ്ക്രാബിൾ വേർഡ്സിന്റെ, പസിൽസിന്റെ, ക്രോസ് വേർഡ്സിന്റെ, സുഡോക്കുന്റെ ക്വിസ് ബുക്സ്, ഇങ്ങനത്തെ കുറെ ജനറൽ നോളജ് ബുക്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അതാകുമ്പോൾ വളരെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും. ചിലതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, പക്ഷെ എന്നാലും ഡാമേജ്ഡ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് ബുക്സ് ഇവർക്ക് ഉണ്ട്. അപ്പം വേർഡ് സെർച്ച് എന്ന് വെച്ചാൽ ക്രോസ് വേർഡ് സെർച്ചസ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കുറെ ബുക്സ് ഒക്കെ തക്കിട്ടൂന് ഇഷ്ടമാണ്. കുറച്ചു നേരമെങ്കിലും അവൾ ഓക്യുപ്പൈഡ് ആയിട്ട് ഇരുന്നോളൂ. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, അപ്പൊ പറയും ഞാൻ പൊക്കോട്ടെ എന്ന്. അപ്പൊ മതി, അത്ര മതി. പിന്നെ അതിനുശേഷം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിലൊന്നും കയറില്ല. ഒരുപാട് ആക്ടിവിറ്റി ബുക്സ് വായിക്കുന്ന ശീലം അവളൊരു 2 വയസ്സാകുമ്പോൾ തുടങ്ങി. ആദ്യം സ്റ്റോറി ബുക്സ് അല്ല കേട്ടോ, ആക്ടിവിറ്റി ബുക്സ് ആണ് വാങ്ങിച്ചു തുടങ്ങിയത്. ക്രോസ്വേർഡ്സിലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കളറിംഗ് ബുക്സ്, ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് കിട്ടും. ഇപ്പം 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി ബുക്ക്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ കാണിച്ചിട്ട് അതിന്റെ തടി ഏത് കളറാണെന്ന് ടിക്ക് ചെയ്യും. റെഡ്, ബ്ലൂ, ഗ്രീൻ ഉണ്ടാവും. സോ എന്താണ് ആ കളർ, അത് അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആക്ടിവിറ്റീസ് മുതൽ മാത്സും വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫൈൻഡ് ഔട്ട് 6 ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 2, അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര ആപ്പിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് വെക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക്. പിന്നെ ഞാൻ യാത്രയുടെ സമയങ്ങളിൽ കൂടുതലും ആക്ടിവിറ്റി ബുക്ക് വാങ്ങിക്കാൻ തുടങ്ങി. സോ യാത്ര ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് തീരുമ്പോഴേക്കും ഒരു ബുക്ക് തീരും. അപ്പം അതൊരു ചലഞ്ച് പോലെ, ഇത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ തക്കിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചലഞ്ച് മോഡ് വരും. പിന്നെ അവർക്ക് എന്തും ചെയ്യാം. അന്ന് ആ ദിവസം ആ ബുക്ക് ഫിനിഷ് ചെയ്താൽ അതൊരു വേറൊരു ട്രീറ്റ് ആട്ടോ. ലൈക്ക് ഇഫ് യു ടെൽ ദം ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ബുക്ക് ഇന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 hour TV ടൈം എടുത്തോ എന്ന് പോലത്തെ ഒരു ഗ്രേസ് സാധനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം ആ പ്രോസസ് എൻജോയ് ചെയ്യും. വി ആർ നോട്ട് ലൈക്ക് ഇൻസ്റ്റിലിംഗ് സംതിങ് വിച്ച് ദേ ഡോണ്ട് ഹാവ്. അത് അവർക്ക് ചിലപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ടെക്നിക്ക് ഫോളോ ചെയ്യാം. ലൈക്ക് ഇതൊരു റൂട്ടീൻ, നീ എങ്ങനെയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്, നീ TV കാണുന്നത്, അതുപോലെ തന്നെ നീ 15 minutes ഫുഡ് ഒരു ബുക്കും കൂടെ വായിക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത് രാമായണ മഹാഭാരതം. എനിക്കും ചിന്നുവിനും നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ പണ്ട് അതിന്റെ റിയൽ വേർഷൻസ് ഒന്നും നമ്മൾ മുമ്പ് വായിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ സീരീസിലും കണ്ട് സിനിമയിലും കണ്ടിട്ടാണ് അതിന്റെ കഥാപാത്രങ്ങളും സ്റ്റോറീസ് ഒക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങോട്ട് നേരെ പഞ്ചതന്ത്രയിൽ നിന്ന് വന്ന രാമായണം മഹാഭാരതം ഒക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പിന്നെ ഡാൻസിലൂടെ നമ്മൾ കുറെ അങ്ങനത്തെ മനസ്സിലാക്കി. സോ അതുകൊണ്ട് അവളെ ഒരു 2 years ബാക്ക് ഇതിൽ രാഹുൽ ഇതാണ് രാഹുൽ രണ്ടും അപ്പം എൻ്റെ അളിയൻ രാഹുലാണ് ഇത് വാങ്ങിച്ചത്. ആക്ച്വലി എനിക്കിത് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തക്കിട്ടു പറഞ്ഞു എനിക്ക് ഐ വോണ്ട് ടു റീഡ് ദിസ് എന്ന്. അപ്പം ഇളയച്ചൻ വാങ്ങിച്ചു കൊടുത്താണ് ഈ മഹാഭാരത. ഇത് ഓൺലൈൻ ആണോ? ആമസോണിലുണ്ട്. ആമസോണിലുണ്ട്. സോ
ഇത് ഒരിക്കലും ഒരു എന്താ പറയാ ഹിന്ദു മിത്തോളജിയുടെ ഒരു ഇതിൽ ഞാൻ എന്താ പറയാ അവൾ അറിഞ്ഞിരിക്കണം എന്ന് കരുതി ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് ബൈബിളിന്റെ ഒരു സ്മോൾ ഷോർട്ട് സ്റ്റോറി വേർഷൻ തക്കിയിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധിസ്റ്റ് സ്റ്റോറീസിന്റെ ബുദ്ധിസ്റ്റ് സ്റ്റോറീസ്. അപ്പം ഇത് പിന്നെ ബൈബിളിന്റെ പിന്നെ സംതിങ് എൽസ്, അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ ഷോർട്ട് സ്റ്റോറീസ് വരുന്ന ബുക്സ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവൾക്ക് ഒരു ടൈമിൽ അവൾ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ജീസസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്തിനാ, വൈ വാസ് ജീസസ് ക്രൂസിഫൈഡ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ. അപ്പം ഞാൻ വേഗം ജീസസ് ക്രൈസ്റ്റിന്റെ ചെറിയൊരു എക്സാക്ട്ലി ദിസ് ഈസ് അമർചിത്ര കഥയാ. അപ്പൊ ഇതില് ജീസസ് ക്രൈസ്റ്റിന്റെ കംപ്ലീറ്റ് സ്റ്റോറി അവര് ഇലസ്ട്രേറ്റഡ് വേർഷനിൽ ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇവൾക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ സ്റ്റോറീസ് മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഒരു റിട്ടൺ ഫോർ ചിൽഡ്രൻ. പിന്നെ അതുപോലെ ബുദ്ധിസ്റ്റ് സ്റ്റോറീസിന്റെ ഇത് ഭയങ്കരമായിട്ട് അവൾ എൻജോയ് ചെയ്തു. സുധാമൂർത്തിയുടെ ചിൽഡ്രൻസ് ബുക്സ് ആർ വെരി ഗുഡ് ഫോർ ദി കിഡ്സ്. ബട്ട് ദെൻ ഈ ഒരു വേർഷൻ കുറച്ചും കൂടി ബോൾഡ് ലെറ്റേഴ്സിലാണെങ്കിലും it will take another few months for her. പക്ഷെ still it's easy. സുധാമൂർത്തി ചിൽഡ്രൻസ് ട്രഷറി. അപ്പം അതും ഈ പറയുന്ന പോലെ ഈ ബുക്കിന് ശേഷം ആയിരിക്കും അത് വായിക്കാൻ തുടങ്ങുക. പിന്നെ ഇത് ഞാൻ കുറച്ച് കൗതുകത്തിൽ വാങ്ങിച്ചതാണ്, ജസ്റ്റ് ഫോർ ഗേൾസ് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പൊ ഞാൻ തക്കിട്ടൂന്റെ അടുത്ത് പറഞ്ഞു ഇത് എപ്പോ വായിക്കാം, when you turn 8. സോ അറൌണ്ട് 8 years ആകുമ്പോൾ ഇത് വായിച്ചാൽ മതി ഞാൻ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ അഡോളസൻസ് ഏജിൽ വരുന്ന പ്യൂബർട്ടി കാര്യങ്ങളും അങ്ങനത്തെ തുടങ്ങിയ നമ്മുടെ ബോഡി ഹെയർസിനെ കുറിച്ചും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ബുക്കിനകത്തുണ്ട്, വിച്ച് will make them feel very confident and make them understand that it's very normal. ഇതൊക്കെ വളരെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് അതിനുള്ള അപ്രോച്ചിൽ ഒട്ടും ഷൈ ആവാണ്ട് ബോൾഡ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് വുമൻസ് ബോഡി എങ്ങനെയാണ് മാറുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ആ ബുക്ക്. സോ അത് തക്കിട്ട് ഇനി വായിക്കാൻ കിടക്കുന്ന ബുക്കാണ്. സോ ബാക്കി അതേഴ്സ് ഒക്കെ തക്കിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻലി ഹാരി പോട്ടർ, സുധാമൂർത്തി ഒക്കെയാണ് നമ്മൾ ഇനി വായിക്കാൻ കിടക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് റീഡിങ് തക്കിട്ടുവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തരാം. ചിലവർ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ദം നോ. സോ യു എൻജോയ് റീഡിങ്, റൈറ്റ്? Yeah. So what do you wish to read next? Suppandi the part 6. Suppandi part 6. Dogman also. Okay. അപ്പൊ ഡോഗ്മെന്റെ തന്നെ ഒരു കാറ്റ് വേർഷൻ അതുപോലത്തെ ഒരു ഇലസ്ട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതും ഐ ഹേർഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ഹാവൻ ട്രൈഡ് റീഡിങ് ഇറ്റ്. അപ്പൊ നിങ്ങളത് വായിച്ചിട്ടുണ്ട് മക്കൾക്ക് എന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ആൻഡ് യു ക്യാൻ റെക്കമെൻഡ് ദാറ്റ് ഇഫ് ഇറ്റ്സ് ഗുഡ്. So that's it for today's episode. Bye bye. Bye. Thank you for watching.